മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. എല്ലാവരിൽ നിന്ന് കുറച്ചകലം നല്ലതാണ്. അത് പക്ഷേ ആരെയും വേദനിപ്പിക്കാനായല്ല, നിങ്ങൾ സ്വയം വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഭക്തരെ, ആർക്കുവേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ആരും മറ്റൊരാൾക്ക് പകരമാവില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടിയെന്നും വരില്ല. നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം. കാരണം നിങ്ങളെയും നിങ്ങളുടെ സാഹചര്യത്തെയും നിങ്ങളോളം മറ്റാർക്കും അറിയില്ല. ഭക്തരെ, നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ കുറവ് നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല. സ്വന്തം മനസ്സു മാറ്റാൻ കഴിയാത്തവർക്ക് മറ്റൊന്നിലും മാറ്റം വരുത്താൻ കഴിയില്ല. ഭക്തരെ, സത്യം യാത്ര തുടങ്ങും മുൻപേ നുണ ഒരുപാട് ദൂരം യാത്ര ചെയ്തിരിക്കും. തളരാൻ തയ്യാറല്ലാത്തിടത്തോളം ആർക്കും നിങ്ങളെ തളർത്താനാവില്ല. വളരാൻ മനസ്സില്ലാത്തിടത്തോളം വളർത്താനും. നാളെ എല്ലാം മാറും, പക്ഷേ ഈ നിമിഷം അത് അനുഭവിച്ചേ പറ്റൂ. ഒറ്റയ്ക്കാണെന്ന ബോധമാണ് ഒരാളെ ഏറ്റവും ശക്തനാക്കുന്നത്. ആജ്ഞാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം അനുസരിക്കാൻ പഠിക്കേണ്ടതാണ്. ദുഃഖങ്ങൾ തന്നവരോട് ക്ഷമിക്കുക. ദുഃഖത്തിൻ്റെ കാരണങ്ങൾ മറക്കുക. എന്നാൽ ദുഃഖത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മറക്കാതിരിക്കുക. ഭക്തരെ, മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങൾ തളർന്നു പോകരുത്. അപ്പോഴാണ് നിങ്ങൾ കൂടുതൽ ശക്തരാകേണ്ടത്. നിങ്ങളുടെ കണ്ണുനീർ കാണാനും വേദനകൾ മനസ്സിലാക്കാനും സങ്കടങ്ങൾ കേൾക്കാനും സമയമില്ലാത്തവർ പോലും നിങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കും. ഭക്തരെ, നിങ്ങളുടെ മനസ്സ് അറിയുന്നവർക്ക് മാത്രമേ നിങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യങ്ങൾ മുഴുവനായി അറിയുന്നതിന് മുന്നേ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആകില്ല. ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.